ഹായ് ഹലോ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാനൊരു തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് മുന്നോട്ടിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. ചാനലൊന്ന് സപ്പോർട്ട് ആക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ഇന്ന് പഴുത്ത മാങ്ങയില്ലേ, മാങ്ങയും കൊണ്ടാട്ടോ ഞാൻ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. നല്ല കാന്താരി മുളകും പഴുത്ത മാങ്ങയും തേങ്ങയും കൂട്ടിയിട്ടുള്ള ചമ്മന്തി ആട്ടോ അരയ്ക്കുന്നത്. നിങ്ങളിതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണേ. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, രസം തോന്നിയിരിക്കേ. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ടോ. ഞാൻ തേങ്ങയൊക്കെ അപ്പോഴത്തേക്ക് പോയി പൊളിച്ച് തേങ്ങ വെട്ടി അതിൻ്റെ വെള്ളം എടുത്ത് മോക്കിഷ്ടമാണ് വെള്ളം, തേങ്ങേൻ്റെ വെള്ളം അത് അങ്ങോട്ട് മാറ്റി വെച്ച് കൈയൊക്കെ കഴുകി അവിടെ നന്നാക്കി കേട്ടോ. പിന്നെ ചിരവയൊക്കെ എടുത്ത് വെച്ച് തേങ്ങയൊക്കെ രാഗിട്ടോ. അരമുറി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അരമുറി തേങ്ങ കേട്ടോ ഞാൻ എടുക്കുന്നത് ചമ്മന്തിക്ക്. എന്നാൽ സ്പീഡിലൊന്ന് ഞാൻ തേങ്ങ ചിരവട്ടെ കേട്ടോ. തേങ്ങ ചിരവുന്നതിനിടയ്ക്ക് മോൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ക്യാമറ ശ്രദ്ധിച്ചത്. ഇത്തിരി കൂടെ അങ്ങോട്ട് നീക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി ഫോൺ അങ്ങോട്ട് നീക്കി വെച്ചാൽ കേട്ടോ. ഇഷ്ടമല്ലാത്ത പണിയാണ് തേങ്ങ രാകൽ, തുണി പിഴിഞ്ഞിടൽ, തുണി മടക്കൽ. ഇതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അരമുറി തേങ്ങ ഞാൻ രാഗി കഴിഞ്ഞിട്ടോ. അത്രയും മതി. ഞങ്ങൾക്ക് 3 ആൾക്ക് കഴിക്കാനുള്ള ചമ്മന്തിക്ക് ഇത് മതി കേട്ടോ. പിന്നെ എന്താ, 3 നെല്ലി വെളുത്തുള്ളി, 10 ഒരു 2 വലിയ പച്ചമുളകും, പിന്നെ ബാക്കി കാന്താരി മുളകും കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ 5-6 ചോള ചെറിയുള്ളി എടുത്തിക്കേ. ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ നമ്മൾ കറിയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചവച്ച് കൂട്ടാണ്ട് എടുത്ത് വലിച്ചെറിയില്ല. അങ്ങനെ നീ ഒരിക്കലാരും ചെയ്യല്ലോ കേട്ടോ. കറിവേപ്പിലേൻ്റെ അകത്ത് ഏറ്റവും ഗുണങ്ങളുള്ള ഇതുണ്ട് കേട്ടോ. നമുക്ക് മുടിയൊക്കെ വളരാനും അല്ലാണ്ട് തന്നെ നമുക്ക് കുറേ അതിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കറിവേപ്പിലേനെ ഞാൻ തിന്നും. മോളൊക്കെ മാറ്റി വെക്കും, ഏട്ടനൊക്കെ മാറ്റി വെക്കും. ഞാൻ ചോറിനപ്പുറം ചമച്ചിട്ട് തിന്നും കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ പോയി മാങ്ങ എടുത്തുകൊണ്ട് വന്ന് ഒരു കഷ്ണമായിട്ട് എടുക്കുന്നുള്ളൂ. അധികം ഇട്ടാൽ ഭയങ്കര മതിർത്ത് പോകും. അതുകൊണ്ട് ഒരു കഷ്ണം പഴുത്ത മാങ്ങ കേട്ടോ ഞാൻ എടുക്കുന്നത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. ലേശം പുളിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. വെച്ചാൽ എരിവും മധുരവും ഒരു ലേശം പുളിയും അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ, ട്രൈ ചെയ്ത് നോക്കി, നല്ല രസം ഉണ്ടാകുക. ഇത് 3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലേശം കല്ലുപ്പാട്ടോ ഞാൻ എടുത്തത്. കല്ലിൽ അരയ്ക്കുന്നതുകൊണ്ട് കല്ലുപ്പ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ 3-4 ചെറിയുള്ളി എടുക്കാൻ മറന്നു പോയിനു. അപ്പോൾ അകത്ത് പോയി ചെറിയുള്ളി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പൊളിച്ച് ഒന്നാക്കി എടുത്ത് വെച്ചിട്ട് കല്ലൊക്കെ കഴുകട്ടെ കേട്ടോ. കല്ലൊക്കെ ഞാൻ കല്ല് കഴുകിയതിന് ശേഷം ആദ്യം തേങ്ങയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാട്ടോ വെച്ചരയ്ക്കുന്നത്. അതിനിടയ്ക്ക് ഒന്ന് എന്നോട് വീണും പോയി ചെറിയുള്ളി. അതൊക്കെ കൂടി ഒരുമിച്ചെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, ഫൈനായിട്ട് അരച്ചെടുക്കുക. എനിക്ക് കല്ലിൽ അരയ്ക്കുന്ന അത്ര വശമല്ല കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി നിൽക്കും. ഇവിടുത്തെ അമ്മ പറയും നിനക്ക് അരയ്ക്കാൻ അറിയത്തില്ല എന്ന്. പക്ഷെ കല്ലിൽ അരയ്ക്കാൻ ഇഷ്ടമാണ്. ചമ്മന്തിയൊക്കെ ഞാൻ കല്ലിലാട്ടോ അരയ്ക്കുക, എന്നാലൊരു ടേസ്റ്റ് കിട്ടുക. കല്ലിൽ മാങ്ങ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കട്ടെ കേട്ടോ. കറിവേപ്പിലൊക്കെ നന്നായിട്ട് അരഞ്ഞ് അതിലോട് ചേരണേ. എന്നാലും കേട്ടോ എല്ലാവർക്കും തിന്നാൻ പറ്റുക. അല്ലെങ്കിൽ കറിവേപ്പില പെറുക്കി കളയും. അത് അതിലേക്ക് ചേർന്ന് നന്നായിട്ട് എനിക്ക് അരയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. വഴുതി പോകുന്നുണ്ട് മാങ്ങയൊക്കെ. അങ്ങനെയൊക്കെ കുത്തി പൊട്ടിച്ച് ഞാൻ ഇതാക്കി കേട്ടോ. ഇതൊക്കെ അരിഞ്ഞതിന് ശേഷം തേങ്ങ ഓരോ പ്രാവശ്യം കുറേശ്ശെ എടുത്ത് തേങ്ങ ഇടും കേട്ടോ. അത് ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ലോണം മൈ പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിലേക്ക് തേങ്ങ എടുത്ത് വെക്കുക കേട്ടോ. ഇത് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. ചോറിനൊപ്പം കൂട്ടാൻ നല്ല രസമുണ്ടായിട്ട് ഒരു പുളിപ്പും ഒരു മധുരവും ഒരു എരിവും ഒക്കെ ആയിട്ട്. മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. പുളി ഇട്ടുകൊണ്ട് ഒരു പുളീൻ്റെ രസം ഉണ്ടാകും. പുളിയിടുന്ന ചമ്മന്തിക്ക് ഞങ്ങൾക്കൊക്കെ പുളീൻ്റെ ആളുകളാട്ടോ. ഇങ്ങോട്ടൊക്കെ ഞങ്ങളെല്ലാവരും ലേശം പുളി വേണം. തേങ്ങ ഫുള്ള് ഞാനിട്ട് അരച്ചിട്ടോ. ലേശം കറിവേപ്പില ലാസ്റ്റത്തേക്ക് ഞാൻ വരയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറച്ച് തണ്ടല്ല പോട്ടെ, കുറച്ച് ഇതൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടോ. ഒക്കെ ഇങ്ങനെ വടിച്ചെടുക്കുക ഫുള്ള്. എന്നിട്ട് ഉരുട്ടയാക്കുക കല്ലുമേ തന്നെ വെച്ചിട്ട്.
ഇതൊക്കെ എനിക്ക് എൻ്റെ അമ്മമ്മ പഠിപ്പിച്ച് തന്ന കേട്ടോ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. നന്നായിട്ട് ഉരുട്ടിയെടുക്കുക, നല്ല റൗണ്ടായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പരം ഇത് മാത്രം കൂട്ടി കഴിക്കുക. അടിപൊളി രസമായിരിക്കും. പിന്നെ വേണമെങ്കിൽ ഇതിന് ലേശം ഒരു രസമൊക്കെ ആവാം കേട്ടോ, രസം, പുളിരസം വച്ച് അതും കൂട്ടിയിട്ട് അടിപൊളി രസമായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.